ബാർക്കോഴ വിവാദത്തിനിടെ പുതിയ മദ്യനയത്തിൽ ഇന്ന് ചർച്ച. എക്സൈസ് മന്ത്രി എം.ബി. രാജേഷിനെ ബാർ ഉടമകൾ ആവശ്യങ്ങൾ അറിയിക്കും. വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഡ്രൈ ഡേ ഒഴിവാക്കണം എന്ന ആവശ്യം സർക്കാർ അംഗീകരിച്ചേക്കില്ല. ഉച്ചയ്ക്ക് 12 മണിക്ക് നിയമസഭയിലെ മീറ്റിംഗ് ഹാളിലാണ് കൂടിക്കാഴ്ച. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, എന്തൊക്കെയാകും ഈ ബാർ ഉടമകളുടെ സംഘടന സർക്കാരിനോട് ആവശ്യപ്പെടുക? അതിലെന്ത് സമീപനം സർക്കാർ എടുക്കും? വേണു, അക്കാര്യത്തിൽ നമുക്കറിയാം, നേരത്തെ വിവാദമായ രണ്ട് സംഭവങ്ങൾ. അതിലൊന്ന് ബാറുകളുടെ പ്രവർത്തന സമയം സംബന്ധിച്ച് അത് നീട്ടുക എന്നുള്ളതും രണ്ടാമത്തേത് ഡ്രൈ ഡേ ഒഴിവാക്കുക എന്നുള്ളതും. ഈ രണ്ട് തീരുമാനത്തിലും നിലവിലത്തെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സർക്കാർ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഏതായാലും വലിയ വിവാദമായിട്ടുള്ള ബാർക്കോഴ ഒരു ശബ്ദരേഖ പുറത്തു വരുന്നതിന് ശേഷം വലിയ വിവാദമായിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ മദ്യനയ രൂപീകരണത്തിൽ ചർച്ചകളിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് നിയമസഭയിലെ മീറ്റിംഗ് ഹാളിൽ വെച്ചാണ് ഈ ബാർ ഉടമകളുമായിട്ടുള്ള ചർച്ച എക്സൈസ് മന്ത്രി എം.ബി. രാജേഷ് നടത്തുന്നത്. മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രണ്ട് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, അത് ഡ്രൈ ഡേ ഒഴിവാക്കണം, ബാറുകളുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിക്കണം, ഈ രണ്ട് ആവശ്യങ്ങളാണ് ബാർ ഉടമകൾ മുന്നോട്ട് വെക്കാൻ പോകുന്നത്. ഇത് രണ്ടും നേരത്തെയും അവർ ആവശ്യങ്ങളായി ഉന്നയിച്ചിരുന്നു. വിവിധ മേഖലകളിലുള്ളവരുമായി ചർച്ച പൂർത്തിയാക്കിയ ശേഷം CPIM മദ്യനയം ചർച്ച ചെയ്യും. അതിനുശേഷം മുന്നണിയിലെ ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കും മദ്യനയത്തിന് അന്തിമ രൂപം നൽകുക. ശേഷം അത് ക്യാബിനറ്റിൽ വരും. ക്യാബിനറ്റ് ആയിരിക്കും അംഗീകാരം നൽകുക. ഏതായാലും പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കടുത്ത തീരുമാനങ്ങളിലേക്കോ അല്ലെങ്കിൽ വലിയ മാറ്റങ്ങളിലേക്കോ ഒന്നും സർക്കാർ കടക്കാൻ സാധ്യതയില്ല.